വെൽക്കം ബാക്ക് ടു എജ്യു വാലറ്റ്. +2 മാത്സ് മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഒന്നാം പാർട്ടും രണ്ടാം പാർട്ടും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്ത +2ൻ്റെ എല്ലാ പോർഷൻസും എല്ലാ പാർട്സും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ 1/2 1 മാർക്കായി നമ്മൾ ഓരോന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കെമിസ്ട്രി ആണോ, ഫിസിക്സ് ആണോ, മാത്സ് ആണോ, ബയോളജി ആണോ, ഇംഗ്ലീഷ് ആണോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാർട്ടും അതായത് മൂന്നാമത്തെ ചാപ്റ്ററും ഒപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഹിന്ദിയുടെ വീഡിയോസ് വരാനുണ്ട്. ഫിസിക്സിൻ്റെ ഒരു പാർട്ടും കൂടെ ആയ ഒന്നാമത്തെ പാഠം കഴിയും. പിന്നെ നമ്മളിതിൻ്റെയൊക്കെ രണ്ടാമത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൊമേഴ്സുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ബയോളജി ആണെങ്കിലും അക്കൗണ്ടൻസി, കമ്പ്യൂട്ടറൊക്കെ നമ്മളിതുപോലെ വീക്കിലി വൺസൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചില ടോപ്പിക്സുകളൊക്കെ നമ്മളിതുപോലെ ഇടും. ഓക്കെ, പക്ഷെ നമ്മൾ മെയിൻലി ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ്, ഈ 3 സബ്ജക്റ്റ് നമ്മൾ റെഗുലർ ആയിട്ട് ഇങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറയുന്ന 2 ടോപ്പിക്കാണ്. ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഈ ഒരു മെട്രിക്സ് ഉള്ള പാഠം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മെട്രിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊരു പാഠമാണ്. അപ്പോൾ അതിലെ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിൻ്റെ ഒപ്പം നമ്മൾ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടി കവർ ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്തായാലും ഒപ്പം പഠിക്കുന്നത് വളരെ ഈസിയാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നോക്കാം. എന്താണ് മെട്രിക്സ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തല തിരിച്ച് എഴുതുക. എ എന്നുള്ളത് ഇതാണ് മെട്രിക്സ് എങ്കിൽ എ ട്രാൻസ്പോസ് നമ്മൾ ജസ്റ്റ് ഒരു ഡാഷ് മുകളിൽ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിതിന് AT ഇങ്ങനെ കൊടുത്താലും ഒരേ മീനിങ് ആണ്. ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എന്താണ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഈ റോനെ നേരെ അതേപോലെ കോളാക്കി മാറ്റുക. അതായത് ഇതാണ് റോ 3 5 എന്ന് പറഞ്ഞ റോ. അത് തന്നെ അതേപോലെ എടുത്ത് ഇങ്ങനെ ഇടുക. അതായത് ഒരു റോനെ കോളമാക്കി മാറ്റുക. സോ അതെങ്ങനെ വരിക നോക്കിക്കേ. ഇവിടെ 3/5 ഇങ്ങനെയായിരുന്നു. ഇത് നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അടിയിലോട്ട് എഴുതുക. കണ്ടാ, ഇതിൽ ഇതേപോലെ ഇങ്ങനെ ഇട്ടു 3/5. അതേപോലെ √3 മൈനസ് √3യും 1ഉം √3 ഇവിടെ 1 അടിയിൽ എഴുതുക. 0 - 1/5. ഇതാണ് എയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് തലതിരിച്ച് എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ആയി. ഇതാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇതിൻ്റെ ബേസിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്താണ്? 3 √3 2 4 2 0 എന്നുള്ള മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഓർഡർ ഓഫ് ദി മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 2 റോ ഉണ്ട്. അപ്പോൾ 2 × 2 by എന്നൊക്കെ പറയാം, 3 കോളം. സോ ഇതിൽ 2/3 എന്ന് പറഞ്ഞതാണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ. ഇറ്റ് ഇസ് എ 2/3 മെട്രിക്സ് ആണ്. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്? 2 റോയും 3 കോളം. അപ്പോൾ ഇതെന്താണ്? ഇത് 2/3 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ഓക്കെ, നമുക്കിവിടെ വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വെരിഫൈ ദാറ്റ് എ ട്രാൻസ്പോസ്, ഇങ്ങോട്ട് എന്താ മീനിങ്? എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. അതായത് ഏത് ട്രാൻസ്പോസ് എടുത്ത് അതിൻ്റെ ട്രാൻസ്പോസും കൂടി എടുക്കുമ്പോൾ നമുക്ക് എ തന്നെയാണ് കിട്ടുക എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. നമുക്കിത് ആദ്യം പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നറിയോ? ആദ്യം എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് എന്താണ്? നമുക്കിവിടെ എഴുതാം 3 √3 2 4 2 0. ഇതാണ് എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ എ ട്രാൻസ്പോസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് എന്താ വരിക? ഈ റോ നേരെ താഴോട്ട് വരും അല്ലേ? അപ്പോൾ ഇവിടെ 3 √3 2 എന്നുള്ള ഈ റോ നേരെ അടിയിലേക്ക് ചെയ്താൽ 3 √3 2. അതേപോലെ 4 2 0 ഇതുപോലെ താഴോട്ട് ഒരു കോളമാക്കി ചെയ്താൽ ഇതാണ് എ ട്രാൻസ്പോസ്. നമുക്കിവിടെ എ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസും കൂടി കണ്ടുപിടിക്കണം. ഇതാണ് എ ട്രാൻസ്പോസ്. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എ ട്രാൻസ്പോസ് വീണ്ടും തലതിരിച്ചിട്ട് എഴുതുക. അപ്പോൾ 3 4 ഇതാണ് റോ. നമുക്ക് എങ്ങനെ എഴുതാം? താഴോട്ട് എഴുതാം 3 4. പിന്നെയോ √3 2 ഇങ്ങനെ എഴുതും. അത് നമുക്കിനി അടിയിലോട്ട് എഴുതാം √3 2 2 0 റോ ആണ്. അപ്പോൾ നമുക്കിത് കോളമാക്കി എഴുതാം 2 0. സോ നമുക്കിത് കിട്ടി. ഇത് നമ്മൾ നോക്കി നോക്കിയേ, എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസും എയും ഈക്വൽ ആണോ നോക്കിയൊക്കെ. ഇതാണ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്. ഇതും എയും നോക്കിയൊക്കെ 3 √3 2
420 420 രണ്ടും സെയിം അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വെരിഫൈ ചെയ്തു. എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്, അതായത് എ ട്രാൻസ്പോസിന് ട്രാൻസ്പോസ് നമുക്ക് എ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്തു. ഇതുപോലെ നമ്മൾ ചെയ്യാം. നമുക്കത് അതേപോലെ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആണോ എന്നല്ല, ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം എന്താ ചെയ്യാൻ പറ്റുക? ഈ എയും ബിയും കൂടി ആഡ് ചെയ്ത് ആ കിട്ടിയ മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുക്കുക. അത് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് എ ട്രാൻസ്പോസ് കാണുക, ബി ട്രാൻസ്പോസ് കാണുക, അത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ ഈ സൈഡും ഒരേ പോലെയാണോ കിട്ടിയത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് എയും ബിയും കൂടി കൂട്ടുക. അതാണ് ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം കണ്ടുപിടിക്കാം എന്താണ് എ പ്ലസ് ബി. സോ നമുക്കൊരു മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അപ്പോൾ 3 + 2 എന്താണ്? 5 ആണ്. √3 + -1 എന്താ നമ്മൾ ചെയ്താൽ √3 + -1 എന്ന് പറയുമ്പോൾ √3 - 1 ആവും. 2 + 2 4. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ മാത്രം ചെയ്യാം കേട്ടോ. 4 + 1 5. ഒരെണ്ണം പോലും തെറ്റരുത്. ഒരെണ്ണം തെറ്റിയാൽ കംപ്ലീറ്റ് ആ ക്വസ്റ്റ്യൻ തെറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. 0 + 4 4. ഇതാണ് എ പ്ലസ് ബി. ഇനി നമുക്കിതിനെ എന്തെടുക്കാം? എ പ്ലസ് ബി ട്രാൻസ്പോസ് എടുക്കാം. ഇതിനെ തലതിരിച്ചിട്ട് എഴുതാം. അതായത് 5 √3 - 1 4 എന്താവും? നേരെ നമ്മൾ താഴോട്ട് എഴുതും അല്ലേ? പിന്നെ ഇത് നമ്മൾ ഇതുപോലെ അടിയിലോട്ട് എഴുതും. ഇതാണ് നമുക്ക് കിട്ടിയ എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ്. നമുക്കിനി എ ട്രാൻസ്പോസ് എന്താ കിട്ടാൻ നോക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 √3 2 4 2 0. ഇത് നമുക്ക് തലതിരിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്താ വരിക? 3 √3 2 നമുക്ക് അടിയിൽ വരും. 3 √3 2 4 2 0. ഇതാണ് എ ട്രാൻസ്പോസ്. ഇതേപോലെ നമുക്കിനി ബി ട്രാൻസ്പോസ് എഴുതാം. ഓക്കെ, അപ്പോൾ ബി ട്രാൻസ്പോസ് എന്താ വരിക? നമുക്കിവിടെ 2 - 1 2 എന്നായിരുന്നു. അപ്പോൾ അത് 2 - 1 2 1 2 4. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഇതാണ് 1 2 4. ഇതിനെ ഇങ്ങനെ താഴോട്ട് എഴുതി, ഇതിനും താഴോട്ട് എഴുതി. ഇതാണ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ്. നമുക്കിനി എന്ത് ചെയ്യണം? എ പ്ലസ് ബി ട്രാൻസ്പോസ് ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി എ ട്രാൻസ്പോസും കിട്ടി, ബി ട്രാൻസ്പോസും കൂടി, അത് രണ്ടും കൂടി നമുക്കിനി ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. സോ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം. നമുക്കിവിടെ എങ്ങനെ ആഡ് ചെയ്യാം? 3ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ 5. √3ഉം -1ഉം എന്താ വരിക? √3 - 1. 2 + 2 4. 4 + 1 5. 2 + 2 4. 0 + 4 4. നോക്കിക്കേ, ഇത് എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ്. ഏതായാലും നമുക്ക് കിട്ടിയത് 5 5 √3 - 1 4 4. അതന്നെയല്ലേ ഇവിടെയൊക്കെ എടുക്കണം. നോക്കിക്കേ, അതായത് എ പ്ലസ് ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസും സെയിം ആൻസർ നമുക്ക് കിട്ടി. കണ്ടോ? 5 5 √3 - 1 4 4 4. ഇതന്നെയായിരുന്നു നമുക്ക് ഇവിടെയും കിട്ടിയത്. രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ അതും വെരിഫൈ ചെയ്തു. ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതൊക്കെ നിങ്ങൾ ഓരോ സൈഡിൽ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. കെ ഏതോ ഒരു നമ്പർ, നമുക്കത് അറിയില്ല. കെ ഇൻറ്റു ബി ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പോൾ നമുക്ക് കെ ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണ് കിട്ടുക എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ബി എന്നുള്ള മെട്രിക്സ് ഇതാണ്. അപ്പോൾ കെ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഈ ഓരോന്നിൻ്റെ കൂടെയും കെ വരും അല്ലേ? അപ്പോൾ നമ്മളൊരു മെട്രിക്സ് എഴുതിയിട്ട് 2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ആ മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ 2ന് നമ്മൾ ഓരോന്നിനെ ഇൻറ്റു ചെയ്യും. അതേപോലെ ഇവിടെ ബി ഇതാണ്. അപ്പോൾ ഇതേ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ എന്താ? 2k. ഇവിടെ 2 ഇൻറ്റു കെ, ഇവിടെ -1 ഇൻറ്റു കെ, ഇതാ -k. ഇവിടെ 2 ഇൻറ്റു കെ 2k. ഇവിടെ ഒക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു കെ കെ, 2 ഇൻറ്റു കെ 2k, 4 ഇൻറ്റു കെ 4k. ഇതാണ് കെ ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? കെ ഇൻറ്റു ബി ചെയ്തു. അതിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് എഴുതി നോക്കാം. സോ കെ ബിയുടെ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? കെ ബി. ഇത് നമുക്കിനി തലതിരിച്ചിടാം. ഇത് നമുക്ക് നേരെ താഴോട്ട് വരും. 2k -k 2k. ഇവിടെ കെ 2k 4k. ഇതാണ് എന്ത്? കെ ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താ ചെയ്യണം? കെ ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണോ നമുക്ക് പ്രൂവ് ചെയ്യാം. സോ നമുക്കിവിടെ ആദ്യം ബി ട്രാൻസ്പോസ് ചെയ്ത് നോക്കാം. എന്താണ് ബി ട്രാൻസ്പോസ്? നമുക്ക് ഇതിനിവിടെ വെക്കാം കേട്ടോ. ഇത് നമുക്കിവിടെ ആവശ്യമുണ്ട്, കമ്പയർ ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഇനി ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ബി എന്താണ്? ഇതാണ് ബി. ഇതിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് എഴുതി വെക്കാം. 2 ഇത് നേരെ താഴോട്ട് വരും. 2 - 1 2. 1 2 4 നേരെ നമുക്ക് താഴോട്ട് എഴുതാം. ഇതാണ് ബി ട്രാൻസ്പോസ്. ഇനി കെ ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കെ ഏതോ ഒരു വാല്യൂ ആണ്. അതേ ഇൻറ്റു കെ ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബി ട്രാൻസ്പോസിനെ കെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു കെ 2k, -1 ഇൻറ്റു കെ -k, 2 ഇൻറ്റു കെ 2k, 1 ഇൻറ്റു കെ k, 2 ഇൻറ്റു കെ 2k, 4 ഇൻറ്റു കെ 4k.
അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? കെ ബി ട്രാൻസ്പോസും കെ ഇൻറ്റു ബി ട്രാൻസ്പോസും രണ്ടും കൂടി നോക്കി നോക്കിയേ. അല്ല, ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയണം. നോക്കി നോക്കിയേ. 2k മൈനസ് കെ 2k മൈനസ് കെ 2k 2k 4k 2k 4k. യെസ്, രണ്ടും കറക്റ്റ് ആണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം? കെ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണെന്ന് നമ്മൾ രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. സോ ഇങ്ങനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് ചോദിക്കാം. സോ ഇങ്ങനത്തെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ കമൻറ്റ് ബോക്സിലോ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് കവർ ചെയ്തു, ട്രാൻസ്പോസ് എങ്ങനെയാണ്, ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്. അടുത്തതാണ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്സ് എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക്ക്. ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഇത് വന്നിരിക്കും. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇത്. എന്തായാലും നിങ്ങൾ സ്കൂൾ എക്സാം ആണെങ്കിൽ പോലും ഇതില്ലാണ്ട് ഒരു കളിയില്ലാന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമുക്ക് ആദ്യം എന്താണ് സിമ്മട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് നോക്കാം. സിമ്മട്രിക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു മെട്രിക്സ് ആണ്, എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് സിമ്മട്രിക് എന്ന് പറയുന്നത് ഇതിൻ്റെ എ ട്രാൻസ്പോസ് നമ്മളൊന്ന് എഴുതി വയ്ക്കുക. എ ട്രാൻസ്പോസ്, അതായത് നമുക്ക് തലതിരിച്ച് കൊടുക്കാം. 3 √3 2 3. അപ്പോൾ √3 2 3 2 മൈനസ് 1.5 മൈനസ് 1. ഇതിനെ നമ്മൾ നേരെ താഴോട്ട് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു. 3 മൈനസ് 1 1. ഇത് നമ്മൾ നേരെ താഴോട്ട് കൊടുത്തു. ഇതാണ് എ, ഇതാണ് എ ട്രാൻസ്പോസ്. ഇത് രണ്ടും നോക്കി നോക്കി, രണ്ടും സെയിം അല്ലേ? എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സും എ ട്രാൻസ്പോസ് ഇതാ √3 2 3 √3 2 3. 2 മൈനസ് 1.5 ഉണ്ട്, രണ്ടും ഒരേപോലെ എടുക്കണേ. അതായത് എ എന്നുള്ള മെട്രിക്സ് നമ്മൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് അതേ മെട്രിക്സ് കിട്ടി. സോ എ എന്ന് പറഞ്ഞ മെട്രിക്സും എ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ വന്നുണ്ടെങ്കിൽ അതൊരു സിമ്മട്രിക്സ് മെട്രിക്സ് ആണ്. ഇതുപോലെ എ എടുത്തു, അത് നമ്മൾ തലതിരിച്ചിട്ട് എഴുതിയപ്പോൾ നമുക്ക് ഒരേ മെട്രിക്സ് തന്നെ കിട്ടിയെന്നുണ്ടെങ്കിൽ അത് എന്ത് മെട്രിക്സ് എന്നാണ് പറയുക? സിമ്മട്രിക് മെട്രിക്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ എഴുതിയപ്പോൾ ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ഉണ്ട്, അത് നമ്മൾ ഇതുപോലെ ട്രാൻസ്പോസ് എടുത്തപ്പോൾ നമുക്ക് ഒരേപോലെ വന്നു, നമ്പറൊക്കെ വന്നു, പക്ഷെ നെഗറ്റീവ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? സ്ക്യൂ സിമ്മട്രി എന്നാണ് പറയുക. ഓക്കെ, നമുക്കിനി എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ. ഇതിങ്ങനെയാണ് എക്സാം ചോദിക്കുക, ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്പ്രസ് ദ മെട്രിക്സ് ബി എന്ന് പറഞ്ഞിട്ടൊരു മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്നു. ഇതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള? ഈ മെട്രിക്സിനെ സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്സ് മെട്രിക്സ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നമ്മൾ സിമ്മട്രിക് ആയിട്ടും പറയണം, സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് നമ്മൾ പറയണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിയും ഒരു ക്യൂവും കണ്ടുപിടിക്കണം. പി എന്ന് പറഞ്ഞാൽ സിമ്മട്രി ആണ് ഉദ്ദേശിക്കുന്നത്, സിമ്മട്രിക് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യൂ ആണെങ്കിൽ സ്ക്യൂ സിമ്മട്രി ആണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ സിമ്മട്രിക്സ് മെട്രിക്സ് ആണെങ്കിൽ പി എന്നുള്ളത് കണ്ടുപിടിക്കുക. പി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ഓഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ് ചെയ്യാം. പി എന്നുള്ളത് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കുക, പിയുടെ ട്രാൻസ്പോസും ആ പിയും എടുക്കുമ്പോൾ ഒരേ വാല്യൂ വന്നു എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സ് സിമ്മട്രിക്സ് മെട്രിക്സ് ആണ്. അതായത് നമ്മൾ ഈ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുക്കുക, അതിൻ്റെ കൂടെ അതിൻ്റെ ട്രാൻസ്പോസ് കൂട്ടിയിട്ട് ഹാഫ് എടുക്കുക, അപ്പോൾ നമുക്ക് പി എന്നുള്ള മെട്രിക്സ് കിട്ടും. ആ പി എന്നുള്ള മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും കൂടി എടുത്തപ്പോൾ ഒരേപോലെ വന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഈ മെട്രിക്സ് എന്താണ്? അത് സിമ്മട്രിക് ആണ്. നമുക്കതിനെ സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സ്ക്യൂ എന്ന് പറയുന്നത് ചെയ്യുന്ന പറയും, ഇതെൻ്റെ ഇക്വേഷൻ, പക്ഷേ ഇവിടെ ഒരു മൈനസ് വരും. ക്യൂ കണ്ടുപിടിക്കുക. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് ഓഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ്. അങ്ങനെ നമ്മൾ ക്യൂ കണ്ടുപിടിച്ചു. ആ ക്യൂ അതായത് ആ ക്യൂവിൻ്റെ ക്യൂ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചപ്പോൾ നെഗറ്റീവ് വരിക. നെഗറ്റീവ് ഓഫ് ക്യൂ എന്ന് പറയുന്നതാണ് ക്യൂ ട്രാൻസ്പോസ് നമുക്ക് കിട്ടുക. എക്സാമ്പിൾ നമുക്ക് നോക്കാം, ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിൽ വെക്കുക, പിയും ക്യൂവും കണ്ടുപിടിക്കണം. പി എന്താ ചെയ്യേണ്ടത്? പി കിട്ടാൻ ഇതാണ് ചെയ്യേണ്ടത്, ക്യൂ കിട്ടാൻ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ബി എന്നുള്ള മെട്രിക്സ് വെച്ച് നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് കണ്ടീഷൻ ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എഴുതി വെക്കുക. പി കണ്ടുപിടിക്കണം, ക്യൂ കണ്ടുപിടിക്കണം എന്ന് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം പി കണ്ടുപിടിക്കാം. അപ്പോൾ പി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബിയുടെ കൂടെ ബിയുടെ ട്രാൻസ്പോസ് കൂട്ടണം അല്ലേ? എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കണം. അപ്പോൾ നമുക്ക് ബി ഇതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബി ട്രാൻസ്പോസ് നമുക്ക് എഴുതി നോക്കാം. എന്താണ് ബി ട്രാൻസ്പോസ് വരെ? നമുക്ക് തല തിരിച്ചിട്ട് എഴുതാം അല്ലേ? 2 - 2 4 നേരെ താഴത്തോട്ട് വരും. -1 3 4 അടിയിലേക്ക് വന്നു. -1 -2 -3 ഇതാണ് ബി ട്രാൻസ്പോസ്. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്താണ്?
ഈ ബിയുടെ കൂടെ ബി ട്രാൻസ്പോസ് നമുക്ക് കൂട്ടിയിട്ട് എഴുതാം. ഓക്കെ. സോ ഇവിടെ 2ഉം 2ഉം കൂട്ടുമ്പോൾ എങ്ങനെ കൂട്ടും? ഇതുപോലെ കൂട്ടും. നമുക്ക് ഓൾറെഡി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ ടോപ്പിക്കൊക്കെ. 2 + 2 എന്താണ് 4, -2 + -1 എന്ന് പറയുമ്പോൾ -3, 4 + -1 എന്ന് പറയുമ്പോൾ 3. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ വാല്യൂ ഇങ്ങനെ അങ്ങനെ ഒപ്പം കൂട്ടി 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 എഴുതുക. സോ നമ്മളിത് അവിടെ കൂട്ടിയിട്ടുണ്ട്. ബിയും ബി ട്രാൻസ്പോസും ഒക്കെ കൂട്ടി കൂട്ടി എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബിയുടെ കൂടെ ബി ട്രാൻസ്പോസ് കൂട്ടി അത് നമ്മൾ ഹാഫ് ആക്കണം. അതായത് ഹാഫ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനൊക്കെ ബൈ 2 ചെയ്യുക. ഇതാണ് ബി + ബി ട്രാൻസ്പോസ്. ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഓരോന്നിനും /2 എന്ന് എഴുതി വെക്കുക. കണ്ട 4/2 -3/2 -3/2 എല്ലാത്തിനെയും /2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 4/2 എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 2 എന്ന് കിട്ടും. ഇവിടെയൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക. സോ 4/2 2 ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. 4/2 2 ആണ്. -3/2 അതുപോലെ എഴുതി, -3/2 അതുപോലെ എഴുതി. ഇതൊക്കെ അതുപോലെ. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 6/2 3 ആണ്. 2/2 1 -6/2 എന്നൊക്കെ പറയുമ്പോൾ 3 -3. അപ്പോൾ നിങ്ങളിത് കാൽക്കുലേറ്ററിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അതല്ല ഫ്ലുവൻ്റ് ആണെങ്കിൽ ഇത് പക്ക വേഗം ഫാസ്റ്റായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കിത് കിട്ടി. അപ്പോൾ നമുക്ക് പി എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഹാഫ് ബി + ബി ട്രാൻസ്പോസ്. ഇതാണ് എന്ത്? പി. ഇത് നമുക്ക് സിമ്മട്രിക്സ് മെട്രിക്സ് ആയിട്ട് നമ്മൾ അതിനെ എങ്ങനെ എഴുതാൻ പറ്റുക? അതായത് പി = പി ട്രാൻസ്പോസ് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മളത് എന്താ പറയുക? സിമ്മട്രിക്സ് മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് പി എന്നുള്ള മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പി ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ രണ്ടും ഈക്വൽ ആണോ നമുക്ക് നോക്കാം. ഓക്കെ. സോ നമുക്കിതിനെ തലതിരിച്ച് എഴുതാം. ഇവിടെ 2 -3/2 -3/2 ആണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇതിനെ തലതിരിച്ചിട്ട് എഴുതി. -3/2 3 1 ദെൻ -3/2 1 -3. നോക്കി രണ്ടും ഈക്വൽ ആണോ എന്ന്? 2 -3/2 -3/2 യെസ് സെയിം ആണ്. -3/2 3 1 സെയിം ആണ്. -3/2 1 -3 കണ്ട രണ്ടും സെയിം ആണ്. അതിൻ്റെ അർത്ഥം പി കണ്ടുപിടിച്ചതും പി ട്രാൻസ്പോസ് എന്തായി കിട്ടി? സെയിം ആയിട്ട് കിട്ടി. സോ അതുകൊണ്ട് ഇത് എന്ത് മെട്രിക്സ് ആണ്? ഇതൊരു സിമ്മട്രിക്സ് മെട്രിക്സ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ഒന്നാമത്തെ നമ്മൾ കണ്ടുപിടിച്ചു. സിമ്മട്രിക്സ് മെട്രിക്സ് ആണ് നമുക്ക് കിട്ടി. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ക്യൂ കിട്ടണം. ക്യൂ കിട്ടാൻ എന്താ ചെയ്യുക? ബിയിൽ നിന്ന് ബി ട്രാൻസ്പോസ് കുറച്ച് അതിൻ്റെ ഹാഫ് എടുക്കുക. ബി ട്രാൻസ്പോസ് ഒക്കെ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വീണ്ടും ബിയുടെ ട്രാൻസ്പോസ് ഒന്നും കണ്ടുപിടിക്കേണ്ട. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കിതാ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതാം. ഏതാ? 2 -2 4 -1 3 4 -1 -2 -3. അതുപോലെ ബി ട്രാൻസ്പോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. 2 -1 -1 -2 3 -2 ജസ്റ്റ് കോപ്പി ചെയ്യുക. നേരത്തെ നമ്മൾ ഓൾറെഡി ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ബിയിൽ നിന്ന് ബി ട്രാൻസ്പോസ് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ ആ മെട്രിക്സ് എഴുതുക. എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക? 2 -2 എന്താണ്? 0 -2 -1 എന്ത് വരും? -1. അങ്ങനെ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? അതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ക്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് അതുവരെ ചെയ്താലോ? അപ്പോൾ ഇതാ നമുക്ക് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ബി - ബി ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ ബിയിൽ നിന്ന് ബി ട്രാൻസ്പോസ് മൈനസ് ചെയ്തിട്ട് ആ ഒരു മെട്രിക്സ് കിട്ടി. ഇനി എന്തെടുക്കുക? ഹാഫ് എഴുതണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആ കിട്ടിയ വാല്യൂവിനൊക്കെ നമ്മൾ /2 ചെയ്യുക. 0/2 -1/2 -5/2 1/2 അങ്ങനെ ഓരോന്നിനും /2 കൊണ്ട് എഴുതി നമ്മളത് ചെയ്യുക. 0 -1/2 ഒക്കെ നമ്മൾ അതുപോലെ തന്നെ എഴുതുക. ദെൻ -5/2 അതുപോലെ എഴുതി. 1/2 0/2 എന്ന് പറഞ്ഞാൽ 0 6/2 എന്ന് പറഞ്ഞാൽ 3 5/2 അതുപോലെ എഴുതി. -6/2 എന്ന് പറയുമ്പോൾ -3 0/2 0. അപ്പോൾ നമുക്ക് ക്യൂ കിട്ടി. നമ്മളെ കണ്ടീഷൻ എന്താണ്? നമുക്കിനി ക്യൂ എഴുതുമ്പോൾ ക്യൂ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. പക്ഷേ ഈ -q ആയിരിക്കും ക്യൂ ട്രാൻസ്പോസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് നമുക്ക് എഴുതി നോക്കിയാലോ. അപ്പോൾ ഇതാണ് ക്യൂടാ. ഇതിൻ്റെ ട്രാൻസ്പോസ് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് നേരെ തലതിരിച്ചിട്ട് എഴുതാം. 0 -1/2 -5/2 ഇത് ഞാൻ നേരെ താഴത്തോട്ട് ഇട്ടു. ഇതിന് 1/2 0 3. ഇനി 5/2 -3 0. ഇത് രണ്ടും നോക്കി നോക്കി. ക്യൂവും ക്യൂ ട്രാൻസ്പോസും നോക്കി നോക്കി. ഇവിടെ 0 0. ഓക്കെ. ഇവിടെ -1/2 ആയിരുന്നു ക്യൂ. പക്ഷേ ഇവിടെ ക്യൂ ട്രാൻസ്പോസ് വെറും 1/2 ആയി. അതായത് ക്യൂ ട്രാൻസ്പോസ് 1/2 ആയപ്പോൾ ഇവിടെ അത് മൈനസ് ആയി. ക്യൂവിൻ്റെ അവിടെ അത് മൈനസ് വന്നു എന്നർത്ഥം. ക്യൂയുടെ വാല്യൂ ഇവിടെ നോക്കിക്കേ. ഇവിടെ വെറും 5/2, ഇവിടെ -5/2 കണ്ടാ. ഇനി ഇവിടെ -1/2, ഇവിടെ 1/2. അതായത് നേരെ ഓപ്പോസിറ്റ് ആണ്.
നമ്പേഴ്സൊക്കെ സെയിമാണ്, 0 ഒക്കെ സെയിമാണ്, പക്ഷേ നെഗറ്റീവ്സ് വ്യത്യാസമുണ്ട്. അതാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. 1/2 എന്നുള്ളത് എന്തായി? -1/2 ആണ് ക്യൂവിലുള്ളത്. ക്യൂ ട്രാൻസ്പോസിൽ 1/2 ആയിരുന്നു, പക്ഷേ ക്യൂവിൽ അത് നെഗറ്റീവായി. അപ്പോൾ ഇവിടെ ഉള്ള വാല്യൂൻ്റെ ഒക്കെ നേരെ നെഗറ്റീവാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുക? ക്യൂ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ നെഗറ്റീവാണ്. ക്യൂ എന്താണോ അതിൻ്റെ നേരെ നെഗറ്റീവ്. അപ്പോൾ 0 ആണെങ്കിലൊക്കെ 0 നോക്കണ്ട. -1/2 എന്തായി? നേരെ ഓപ്പോസിറ്റ് വെറും 1/2 ആയി. -5/2 വെറും 5/2 ആയി. വെറും 1/2 -1/2 ആയി. അപ്പോൾ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവായി, നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവായി. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പേഴ്സൊക്കെ സെയിം ആണെന്ന് നോക്കിക്കേ, ഒരേ വാല്യൂസ് ആണ്, ക്യൂ സെയിം ആണ്, പക്ഷേ ഒരു നെഗറ്റീവ് വന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ മീനിങ് ആണ്? ഇതൊരു സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. സോ നമുക്ക് തന്നിട്ടുള്ള ബി എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് സം ഓഫ് സിമെട്രിക്കും സം ഓഫ് സ്ക്യൂ സിമെട്രിക് ആക്കി എഴുതാൻ സാധിച്ചു. സോ ഇതാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ നമ്മൾ കിട്ടി. അതുപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു, സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചെയ്തപ്പോൾ നമുക്ക് ട്രൂ കിട്ടി, ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ട്രൂ കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇതുപോലെ മെട്രിക്സ് എന്നിട്ട് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, പിയും ക്യൂവും കണ്ടുപിടിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഒരു 4 മാർക്ക് 3 മാർക്ക് ഷുവറായിട്ടും കിട്ടും. ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങളെ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. മെട്രിക്സിനെ മൾട്ടിപ്ലിക്കേഷൻ ചോദിക്കും, അഡീഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഓർഡർ കണ്ടുപിടിക്കാൻ ചോദിക്കും, പിന്നെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് ആയിട്ടൊക്കെ എഴുതാനായിട്ട് ചോദിക്കും. ഇതിൽ ഒരു പാർട്ട് വീഡിയോ കൂടി ഉണ്ട്, നമുക്കത് ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം, കുറച്ചും കൂടി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഈസിയാണ്, പക്ഷേ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പാർട്ട് വീഡിയോ ആയിട്ട് കാണാം, ഇതിൻ്റെ ബാക്കി പോർഷൻസ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കും. സെക്കൻഡ് ചാപ്റ്റേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു പാർട്ട് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.